മറ്റുള്ളവർക്ക് ഏതെങ്കിലും നിലയിൽ ഒരു നന്മ ചെയ്യുന്ന ആളുകൾ അവർ പലപ്പോഴും ആരെങ്കിലും ഒരാളെ മാതൃകയാക്കിയിട്ടുണ്ടാവും. മിക്കവാറും അവരുടെ മാതാപിതാക്കന്മാരിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരിൽ നിന്നൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള നല്ല പാഠങ്ങൾ പഠിക്കാൻ സാധ്യതയുള്ളത്. ഇവർ സമൂഹത്തിന് ഒരുപാട് പ്രയോജനമുള്ള ആളുകളുമാണ്. എന്നാൽ അപ്പോൾ തന്നെ ക്രിമിനലുകൾ, കുറ്റവാളികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അവർക്കുമുണ്ട് ആരെങ്കിലുമൊക്കെ മാതൃക. അത് തീർച്ചയായിട്ടും അവരുടെ അധ്യാപകരോ മാതാപിതാക്കന്മാരോ ഉറ്റ സുഹൃത്തുക്കളോ ആയിരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അല്ല, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം വാസ്തവമാണ്, നന്മ ചെയ്താൽ അത് നമ്മെ പിൻപറ്റും, അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. തിന്മ ചെയ്താലും അങ്ങനെ തന്നെ അത് നമ്മെ പിൻപറ്റുകയും അതിൻ്റെ അനന്തരഫലം നമുക്ക് തന്നെ കിട്ടുകയും ചെയ്യും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം വായിക്കട്ടെ. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ലോകത്തിലെ എക്കാലത്തെയുമുള്ള ആളുകളോട് കർത്താവിനുള്ള ഒരു ഉപദേശമായിരുന്നു ഇപ്പോൾ നമ്മൾ വായിച്ചത്. കൊടുക്കവാങ്ങലുകളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരു സംഭവമുണ്ട്. അത് കഥാരൂപത്തിലാണ് എഴുതിയിരുന്നത്. സാങ്കല്പികതയാകാനാണ് സാധ്യത. ഒരിക്കൽ ഒരു കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയ്ക്ക് ഒരു കുറുക്കന് തൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു. വനത്തിൻ്റെ അതിർത്തിയിൽ താമസിച്ചിരുന്ന ഒരു മനുഷ്യൻ വളരെ അനുകമ്പയോടെ ഈ കുറുക്കനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം താൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി എങ്ങനെയാവും ഈ കുറുക്കന് നിത്യേന എന്തെങ്കിലും ആഹാരം ലഭിക്കുന്നത്. എന്നാൽ കുറുക്കന് ആഹാരം ലഭിക്കുന്നത് കണ്ട് ഇയാൾ അത്ഭുതപ്പെട്ടുപോയി. കാരണം എല്ലാ ദിവസവും ഒരു കടുവ ഒരു ജീവിയെ കൊന്നുകൊണ്ടുവരും. പാതി കടുവ ഭക്ഷിക്കും, ബാക്കി വരുന്നത് ഈ കുറുക്കനും കൊടുക്കും. സ്വാഭാവികമായിട്ടും ഇത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം തനിക്ക് മനസ്സിലായപ്പോൾ, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്നുള്ള ചിന്തയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ തെറ്റി. അയാൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഒരു കുറുക്കൻ പോലും ഇങ്ങനെ സംരക്ഷിക്കപ്പെടുമെങ്കിൽ ഞാൻ എന്തിനാണ് രാപ്പകൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? എന്നെയും ആരെങ്കിലുമൊക്കെ നോക്കിക്കൊള്ളും. അന്നു മുതൽ അയാൾ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ ആരംഭിച്ചു, ആരെങ്കിലും തരുമെന്ന പ്രതീക്ഷയോടെ. എന്നാൽ ആരും അയാൾക്ക് ഭക്ഷണവുമായി എത്തിയില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസവും അയാളുടെ ആരോഗ്യം ക്ഷയിച്ച് മരണാസന്നനായി. ബോധം മറയും മുമ്പ് അയാൾ ഇങ്ങനൊരു അശരീരി കേട്ടുപോലും: ആ കുറുക്കനെ നീ അനുകരിക്കാതെ ആ കടുവയെ അനുകരിക്കണമായിരുന്നു. കുറുക്കനെ അനുകരിക്കാനാണല്ലോ എളുപ്പം, കടുവയെ അനുകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഉള്ളതിൻ്റെ പാതി അല്ലെങ്കിൽ ഉള്ളതിൻ്റെ ഓഹരി മറ്റൊരാൾക്ക് കൊടുക്കണം. കർത്താവ് പഠിപ്പിച്ചത് കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അത് വെറുമൊരു വാക്കല്ല, നിങ്ങൾക്കും അത് പരിശോധിച്ച് അല്ലെങ്കിൽ പരീക്ഷിച്ച് ജീവിതത്തിൽ അനുഭവമാക്കാം. നമ്മൾ എപ്പോഴും നല്ല മാതൃകകൾ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കണം. അത് വെറും അനുകരണത്തിന് വേണ്ടി ആയിരിക്കരുത്. മറ്റുള്ളവരെ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഒരു മാനുഷികമായ അനുഭവമാണ്. എന്നാൽ അന്യർക്ക് നമ്മൾ ആശ്രയമായി തീരുക എന്ന് പറയുമ്പോൾ അത് തികച്ചും ദൈവികമാണ്. അങ്ങനെ ഒരു നല്ല അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമോ? കർത്താവ് പറഞ്ഞത് കൊടുത്താൽ എന്തെങ്കിലും കിട്ടുമെന്നല്ല, അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് എവിടെങ്കിലും പോയി മേടിച്ചോണല്ല, മടിയിൽ തരും. അതെ, നമ്മൾ ഇരിക്കുന്നയിടത്ത് ഏലിയാവിനെ പോഷിപ്പിച്ചതുപോലെ ദൈവം സർവശക്തനെന്ന് തെളിയിക്കത്തക്ക നിലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കുവാനുള്ള ദൈവകൃപ ധാരാളമായി തന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.